ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇപ്രകാരം പറയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം വാക്യം 16. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്വർഗം തുറക്കപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ നിരവധിയായ വിഷയങ്ങളുടെ മുന്നിൽ പലപ്പോഴും നമ്മൾ പതറിപ്പോകാറുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് ഉത്തരം ലഭിക്കാത്തത്? എൻ്റെ പ്രിയപ്പെട്ട മകനെ, നിൻ്റെ ജീവിതത്തിൽ അടഞ്ഞുകിടക്കുന്ന ഒരു അവസ്ഥയിലല്ല യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ മുന്നിൽ സ്വർഗം തുറക്കപ്പെട്ടുവെങ്കിൽ സ്വർഗം തുറന്ന വാതിൽ യേശു ക്രിസ്തു തന്നെയാണ്. സ്വർഗം തുറന്ന വാതിൽ യേശു തന്നെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും നല്ല മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ വിഷയങ്ങളുടെ മുന്നിൽ പതറിപ്പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശു പറഞ്ഞതെന്താ? ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നിൻ്റെ ജീവിതത്തിൽ നീ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ ഒരു സൗഖ്യം നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? യേശു കൃപയുടെ വാതിലാണ്, ഉദ്ധാനത്തിൻ്റെ വാതിലാണ്, സൗഖ്യത്തിൻ്റെ വാതിലാണ്, രക്ഷയുടെ വാതിലാണ്. യേശുവിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഒരിക്കൽ ഒരു സ്ത്രീ ഒരു സുവിശേഷകനോട് പറയുകയാണ്, ഞാൻ എത്രയോ വാതിലുകളിൽ മുട്ടി, ഞാൻ എത്രയോ വാതിലുകളിൽ മുട്ടി, ഞാൻ എത്രയോ വഴികളിലൂടെ സഞ്ചരിച്ചു, എൻ്റെ വിഷയത്തിന് എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തത്? സുവിശേഷകൻ ആ സ്ത്രീയോട് പറഞ്ഞതെന്താ? സഹോദരി, നിൻ്റെ ജീവിതത്തിൽ രക്ഷയ്ക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി അനേക വാതിലിൽ മുട്ടിയിട്ട് ഒരു കാര്യവുമില്ല. നിൻ്റെ ജീവിതത്തിൽ മുട്ടേണ്ട ഏക വാതിൽ യേശു എന്ന് പറയുന്ന വാതിലാണ്. അവൻ്റെ മുമ്പിൽ മുട്ടുവാൻ നീ തയ്യാറാണോ? ആ വാതിലിൽ മുട്ടിയാൽ അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് സർവശക്തനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ വാക്യം 22 പറയുന്നുണ്ട്, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ചെയ്യുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ യേശുവിൻ്റെ തോളിലാണെങ്കിൽ അവൻ തുറന്നാൽ, യേശു തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. അവൻ അടച്ചാലോ ആർക്കും തുറക്കുവാനും സാധിക്കുകയില്ല. പാത്മോസിൻ്റെ ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യോഹന്നാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇപ്രകാരം പറയുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങളിൽ, പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്തവണ്ണം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു, നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുകയാണ്. ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ നിന്റെ മുന്നിൽ അവന് സ്ഥാപിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ചെയ്യുന്നതെന്താ? അടഞ്ഞു കിടക്കുന്ന വാതിലുകളിലേക്ക് നോക്കി നിരാശപ്പെടുകയാണ്. ചില വഴികളിലൂടെ സഞ്ചരിച്ച് നമ്മൾ അസ്വസ്ഥരാവുകയാണ്. എന്നാൽ യേശു എന്ന വഴിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നുണ്ടോ? യേശു എന്ന വാതിലിലൂടെ നിങ്ങൾ പ്രവേശിക്കുവാൻ തയ്യാറാണോ? അവൻ പറയുകയാണ്, നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇന്ന് എത്ര പേര് യേശുവിലേക്ക് നോക്കുന്നുണ്ട്? ഇന്ന് എത്ര പേര് യേശുവിലേക്ക് നോക്കുവാൻ തയ്യാറാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം, ഒരു വിടുതൽ, ഒരു സ്വാതന്ത്ര്യം, ഒരു സൗഖ്യം സ്വീകരിക്കുവാനായിട്ട് യേശു എന്ന വാതിലിലേക്ക് നോക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വളരെയധികം പ്രതിസന്ധികളുടെ നടുവിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ്.
ഒരു നിരവധിയായ പീഡനമുറകളിലൂടെ കടന്നുപോയിട്ടുള്ള ക്രിസ്തുവിൻ്റെ മഹാനായ ഒരു അപ്പോസ്തലനാണ് വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, 1 കൊറിന്തോസ് 16 അധ്യായത്തിൽ വാക്യം 9, ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രതിയോഗികളും വളരെയേറെയാണ്, ശത്രുക്കൾ നിരവധിയുണ്ട്, പ്രശ്നങ്ങൾ നിരവധിയാണ്. പക്ഷെ ഫലപ്രദമായ പ്രവർത്തനത്തിന് വേണ്ടി ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസിന് പീഡനങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും ഒക്കെ ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ ഒരു വാതിൽ തുറന്നു കൊടുത്ത ദൈവം നിനക്ക് വേണ്ടിയും ഒരു വാതിൽ തുറന്നു തരുവാനായിട്ട് സർവശക്തനാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ത്രോവാസിൽ ചെല്ലുമ്പോൾ, ത്രോവാസിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലനോട് അനേകർ പറയുന്നുണ്ട്, അവിടെ പോയിട്ട് കാര്യമില്ല, സുവിശേഷ സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലമാണ്, അവിടെ പോയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പോയതുപോലെ തിരിച്ചു പോരേണ്ടി വരും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതെന്താ? 2 കൊറിന്തോസ് 2:12, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വാതിൽ തുറന്നു തരുന്നതും ക്രിസ്തുവാണ്. നിന്റെ ജീവിതത്തിൽ അനുകൂലമായ കാലാവസ്ഥയിൽ മാത്രം ദൈവവചനത്തിന് സാക്ഷിയാകുവാൻ വിളിക്കപ്പെട്ടവനല്ല നീ. നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിലും പീഡനങ്ങളുടെ മധ്യത്തിൽ പോലും ദൈവവചനത്തിന് വേണ്ടി വാതിൽ തുറന്നു തരുന്നത് യേശുക്രിസ്തു തന്നെയാണ്. വിശുദ്ധ പൗലോസിന് വേണ്ടി അവൻ വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ, പത്രോസിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ, യോഹനാന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ, വിശുദ്ധർക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ, നിന്റെ ജീവിതത്തിൽ അവൻ നിനക്ക് വേണ്ടിയും ഒരു വാതിൽ തുറന്നു തരും. അവൻ വാതിൽ തുറന്നു തന്നാലുള്ള പ്രത്യേകത എന്താ? അത് അടയ്ക്കുവാൻ മറ്റാർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വ്യക്തികളിലേക്കല്ല നോക്കേണ്ടത്, നമ്മുടെ സ്ഥാപനങ്ങളിലേക്കല്ല നോക്കേണ്ടത്, നമ്മുടെ സാഹചര്യങ്ങളിലേക്കല്ല നോക്കേണ്ടത്. നിങ്ങൾ യേശുവിലേക്ക് നോക്കുക, യേശുവിലേക്ക് നോക്കുക. നിങ്ങളുടെ മുന്നിൽ പൗലോസിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്ത ദൈവം ഏത് പ്രതിസന്ധിയുടെ നടുവിലും സുവിശേഷത്തിൻ്റെ സാക്ഷിയായി മാറുവാൻ നിനക്ക് വേണ്ടിയും ഒരു വാതിൽ തുറന്നു തരുവാനായിട്ട് അവൻ സർവശക്തനാണ്. അനേകരുടെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന അനുഭവം എന്താ? ചില രോഗപീഠകളുടെ മുന്നിൽ നിരാശപ്പെട്ട് അനേകം വൈദ്യന്മാരെ കാണിച്ചു, അനേക ആശുപത്രികൾ കയറിയിറങ്ങി വേദനിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മകനെ, നീ ഒരു രോഗിയാണോ? യേശു ക്രിസ്തു അനേകർക്ക് സൗഖ്യം കൊടുത്തവനാ. ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? മാർക്കോസിൻ്റെ സുവിശേഷം 7 അധ്യായം 32 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വെക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. അവൻ്റെ ചെവികളിൽ വിരലുകളിട്ട് തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ച് സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട മകനെ, നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും രോഗപീഠകൾ മൂലം നീ അടഞ്ഞിരിക്കുകയാണോ? ഏതെങ്കിലും രോഗപീഠകൾ മൂലം കെട്ടപ്പെട്ടവനായിട്ടിരിക്കുകയാണോ? സൗഖ്യത്തിൻ്റെ ഒരു വാതിൽ തുറന്നു തരുവാൻ അവൻ സർവശക്തനാണ്. സ്വർഗത്തിലേക്ക് നോക്കി യേശു എന്താ പറഞ്ഞത്? അവൻ്റെ ചെവികളിൽ വിരലുകളിട്ട് തുപ്പല് കൊണ്ടവൻ്റെ നാവിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഒരു എഫാത്ത നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. വൈദ്യന്മാർ പറഞ്ഞു, ഇതിന് മെഡിസിൻ കണ്ടെത്തിയിട്ടില്ല, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതാണെന്ന്. ഇതാ നിന്റെ ജീവിതത്തിൽ ഒരു എഫാത്ത സംഭവിക്കാൻ പോവുകയാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് യേശുവിലേക്ക് നോക്കുക. തത്സമയം അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു. നിന്റെ കുടുംബത്തെ കെട്ടപ്പെട്ട ഏത് രോഗപീഠകളാണെങ്കിലും, എത്ര വലിയ ബന്ധനമാണെങ്കിലും, എഫാത്ത എന്ന വാക്ക് നിന്റെ കുടുംബത്തിൽ മുഴങ്ങട്ടെ. അത് തുറക്കപ്പെടലിൻ്റെ ഒരു അനുഭവമായി മാറും. യേശു ക്രിസ്തു എല്ലാം തുറക്കുവാൻ സർവശക്തനാണ്. അനേകർ തങ്ങളുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് ചില മേഖലകൾ, കഴിഞ്ഞ ദിവസം ധ്യാനത്തിന് ചെന്നപ്പോൾ ഒരു കർഷകൻ പറയുകയായിരുന്നു, മഴയില്ലാതിരുന്നത് കൊണ്ട് എൻ്റെ കൃഷിസ്ഥലം
എൻ്റെ കൃഷി നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, നിയമാവർത്തന പുസ്തകം 28 അധ്യായം വാക്യം 12, കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും ആശീർവദിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ നിരവധിയാണ്. മഴയില്ലാത്തവരുണ്ട്, വലയെറിഞ്ഞിട്ട് ചെറുമീൻ പോലും കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, പല വാതിലുകളിലും മുട്ടിയിട്ട് ബിസിനസ് തകർന്നു പോയവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താ? ആകാശത്തിൻ്റെ കലവറ തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിക്കുവാൻ ഒരു തുറക്കപ്പെടലിൻ്റെ ഒരു എഫാത്ത ആകാശത്തിൻ്റെ മേൽ അവൻ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് മഴ പെയ്ച്ചുകൊണ്ട് ആകാശത്തിൻ്റെ കലവറ തുറന്ന് അനുഗ്രഹിച്ച ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സർവശക്തനാണ്. കടബാധ്യതയാൽ തകർന്നിരിക്കുന്ന അനേകരുണ്ട്. കടങ്ങൾ മൂലം കെട്ടപ്പെട്ട അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് യേശുവിൽ നിന്ന് ഒരു എഫാത്ത പ്രതീക്ഷിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം എത്രയോ ഫലദായകമാണ്. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. നമുക്കറിയാം, ലാസറിൻ്റെ ശവകുടീരത്തിനടുത്ത് ചെന്ന് മരിച്ച് 3 ദിവസം കഴിഞ്ഞ ലാസറിൻ്റെ ശവകുടീരത്തിൻ്റെ അടുത്ത് ചെന്ന് കല്ലറ തുറന്ന് ലാസറിനെ ജീവനോടെ പുറത്തു കൊണ്ടുവന്നവൻ, കല്ലറ തുറന്ന് ലാസറിനെ ജീവനോടെ പുറത്തു കൊണ്ടുവന്നവൻ, ഇസ്രായേൽക്കാർ വെള്ളമില്ലാതെ മരുഭൂമിയിൽ വിഷമിക്കുമ്പോൾ പാറ പിളർന്ന് അവർക്ക് വെള്ളം നൽകിയവൻ, ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ പേടി സ്വപ്നമായിരുന്ന ജെറിക്കോയുടെ കോട്ടകളെ തകർത്തുകൊണ്ട് അവർക്ക് വേണ്ടി വഴിയൊരുക്കിയ ദൈവം നിന്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സർവശക്തനല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിച്ച ലാസറിൻ്റെ ശവകുടീരം തുറന്നുകൊണ്ട് അവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, മരിച്ചവനെ പോലും പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്, പാറ പിളർന്ന് വെള്ളം നൽകിയ ദൈവത്തിന്, ജെറിക്കോയുടെ കോട്ടകളെ തകർത്തുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് വഴിയൊരുക്കിയ ദൈവത്തിന് എന്തിനു പറയണ്? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് തേനും പാലും ഒഴുകുന്ന കാനാനിലേക്ക് യാത്ര ചെയ്യുന്ന ഇസ്രായേൽക്കാർ ചെങ്കടലിന് സമീപത്തെത്തിയപ്പോൾ അവരുടെ ചങ്കിടിക്കാൻ തുടങ്ങി. കാരണം എന്താ? പിന്നിൽ ഫറവോന്റെ സൈന്യത്തിൻ്റെ രഥത്തിൻ്റെ കാലച്ചകൾ കേൾക്കുന്നു. ഭയപ്പെട്ട് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മുന്നിൽ, പതറിപ്പോയ ഇസ്രായേൽ ജനത്തിൻ്റെ മുന്നിൽ കണ്ണുനീരോടെ നോക്കിയ മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി, അധികാരത്തിൻ്റെ വടി, ചെങ്കടലിൻ്റെ നേരെ നീട്ടുക. സംഭവിച്ചതെന്താ? ചെങ്കടൽ വിഭജിക്കപ്പെട്ടു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43 അധ്യായം 15-16 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇസ്രയേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ, സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും. പ്രിയപ്പെട്ടവരെ, സമുദ്രത്തിൽ അവൻ വഴിവെട്ടി. വലിയ ചെങ്കടലിന് സമീപത്ത് മുന്നിൽ പകച്ചു നിൽക്കാതെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ചെങ്കടലിൽ വഴിവെട്ടി, സമുദ്രത്തിൽ വഴിവെട്ടി, പെരുവെള്ളത്തിൽ പാത തെളിയിച്ച ദൈവത്തിന് നിന്റെ മുന്നിലെ ചെങ്കടലുകൾ അതെത്ര വലുതാണെങ്കിലും അതിനെ വിഭജിച്ച് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവൻ സർവശക്തനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ചെങ്കടലിൻ്റെ മുന്നിൽ പോലും അവൻ വാതിൽ തുറന്നു കൊടുത്തു. ചെങ്കടലിൻ്റെ മുന്നിൽ പോലും അവൻ വാതിൽ തുറന്നു കൊടുത്തുവെങ്കിൽ നിന്റെ മുന്നിലെ പ്രശ്നങ്ങൾ എത്ര ചെറുതാകട്ടെ, എത്ര വലുതാകട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ചെങ്കടലിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുവാനല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചെങ്കടലിൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് നിൽക്കുവാനല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചെങ്കടലിൻ്റെ മുമ്പിൽ നിരാശപ്പെട്ട് നിൽക്കുവാനല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശ്വാസത്തോടെ നിന്റെ കയ്യിലിരിക്കുന്ന വടി, വിശ്വാസത്തിൻ്റെ വടി, ചെങ്കടലിൻ്റെ നേരെ നീട്ടുവാൻ നീ തയ്യാറാണോ? നിന്റെ മുന്നിലെ ചെങ്കടലുകൾ വിഭജിക്കപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് അവിടുന്ന് വഴിയൊരുക്കിയതുപോലെ നിന്റെ ജീവിതത്തിലും അവിടുന്ന് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകും. പല വിശ്വാസികളുടെ ജീവിതത്തിലും അവർക്ക് ഇഷ്ടം ഫുൾ സ്റ്റോപ്പിനോടാണ്. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉടനെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അവർ പറയും, തീർന്നു, അവസാനിച്ചു. എന്നാൽ ദൈവത്തിന് ഇഷ്ടം ഫുൾ സ്റ്റോപ്പല്ല, ദൈവത്തിന് ഇഷ്ടം കോമയാണ്. നീ തീർന്നു എന്ന് പറഞ്ഞെടുത്ത്, നീ തകർന്നു എന്ന് പറഞ്ഞെടുത്ത്, നീ അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് പുതുവഴി തുറക്കുവാനായിട്ട് നിന്റെ ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ
തടസ്സങ്ങളിലേക്ക് നോക്കി, പ്രശ്നങ്ങളിലേക്ക് നോക്കി നിരാശപ്പെടാതെ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു തരുന്ന ദൈവത്തിലേക്ക് നീ ഇന്ന് നോക്കുവാൻ തയ്യാറാണോ? നിന്റെ മുന്നിലും അവിടുന്ന് വഴി തുറക്കുന്നത് നിനക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെടുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ അടഞ്ഞു കിടക്കുന്ന വാതിലുകളിലേക്ക് നോക്കി നിരാശപ്പെടുന്നത് കൊണ്ടാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പ്രത്യാശയോടെ നിങ്ങൾ യേശുവിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ തയ്യാറാണോ? അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നത് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ 25-26 വാക്യങ്ങൾ. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. എല്ലാ തടവറകളും കണ്ണുനീരിൽ കുതിർന്നതാണ്. തടവിൽ കിടക്കുന്ന തടവ് പുള്ളിയുടെ കണ്ണുനീരിൽ കുതിർന്നതാണ് തടവറയെങ്കിൽ, അർദ്ധരാത്രിയിൽ പോലും പൗലോസും സീലാസും ആ ബന്ധനത്തിൻ്റെ അവസ്ഥയിൽ കിടന്ന് എന്താ ചെയ്തത്? അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചിരുന്നു. തങ്ങളോടൊപ്പമുള്ള സഹ തടവുകാർ പോലും അത് കേട്ടിരുന്നു. കാവൽക്കാരത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. ഹല്ലേലൂയ! ഒരു ജയിലിൻ്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ തടവറകളുടെ വാതിൽ തുറക്കപ്പെട്ട് അവരുടെ കയ്യിലുള്ള ചങ്ങലകൾ അഴിഞ്ഞു വീണുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും തടവറയുടെ ബന്ധനത്തിൽ കിടക്കുകയാണോ? നിങ്ങൾ ഏതെങ്കിലും പ്രശ്നങ്ങളുടെ ബന്ധനത്തിൽ കിടക്കുകയാണോ? ദൈവത്തെ ആ തടവറയിൽ ആയിരുന്നവരെന്താ ചെയ്തത്? തടവറയിൽ കിടന്നവര് ദൈവത്തെ കീർത്തനം പാടി സ്തുതിച്ചു. ദൈവത്തെ കീർത്തനം പാടി ആരാധിച്ചു. ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ മുന്നിൽ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദനകളുടെ മുന്നിൽ പകച്ചു നിൽക്കാതെ ദൈവത്തെ ആരാധിക്കുവാൻ പ്രാർത്ഥനാ മുറിയിലേക്ക് നീ ചെല്ലുക. ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ എല്ലാ വാതിലുകളും അവിടെ നിന്ന് നിനക്ക് വേണ്ടി തുറക്കും. തടവുകാരത് കേൾക്കുന്നുണ്ടല്ലോ എന്നോർത്ത് അവർ ഭയപ്പെട്ട് ദൈവത്തെ സ്തുതിക്കാതിരുന്നില്ല. തടവറയിലായിരുന്നപ്പോഴും അവർ ദൈവത്തെ സ്തുതിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. നിങ്ങളുടെ ജീവിതത്തിലെ ചില വാതിലുകൾ, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ, നിങ്ങളെ ഭയപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, വളരെയധികം വിഷമിപ്പിക്കുന്ന ആ അവസ്ഥകളിലേക്ക് നോക്കി നീ നിരാശപ്പെടാതെ അപ്പോസ്തലന്മാർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചതുപോലെ നീ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാണോ? നിന്റെ മുന്നിലും എല്ലാ വാതിലുകളും അവിടെ തുറക്കുന്നത് നിനക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പോലും നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിലും നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു തരുവാനായിട്ട് യേശു സർവശക്തനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിച്ചപ്പോൾ മാത്രമല്ല വാതിൽ തുറന്നത്. ലൂക്കാ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ വാക്യം 30 നമ്മൾ കാണുന്നുണ്ട്. അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. എന്താ സംഭവിച്ചത്? അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ, പ്രിയപ്പെട്ട മകനെ, നിന്റെ ജീവിതത്തിലെ എല്ലാ വാതിലുകളും തുറക്കപ്പെടുന്നത് നിനക്ക് കാണുവാനായിട്ട് സാധിക്കും. നിന്റെ ജീവിതത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് നീ ചെല്ലുമ്പോൾ അപ്പോസ്തലന്മാരുടെ അവസ്ഥ എന്താ? അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോവുകയായിരുന്നു. ഭയം അവരുടെ ജീവിതത്തെ അലട്ടുന്നുണ്ട്. തങ്ങളുടെ മുന്നിൽ ഒരു മരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരു ശാപത്തിൻ്റെ മരണം പേറി കുരിശിൽ മരിച്ചു. ഇനി തങ്ങളെയും അവർ തേടുമോ? നിരാശയുടെ ഒരു യാത്രയിൽ അവരുടെ കൂടെ സഞ്ചരിക്കുന്ന ഗുരുവിനെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. കാരണം എന്താ? അവരുടെ കണ്ണടഞ്ഞിരിക്കുക. എപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത്? എപ്പോഴാണ് അപ്പോസ്തലന്മാരുടെ കണ്ണ് തുറന്നത്? അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടുവെങ്കിൽ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, ദിവ്യകാരുണ്യത്തിന് മുന്നിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? കണ്ണുകൾ തുറക്കപ്പെട്ട് അവർ അവനെ തിരിച്ചറിഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് ഇത്തരം തുറക്കപ്പെടലിൻ്റെ അനുഭവങ്ങൾ നിന്നെ സഹായിക്കും.
ശരിയാ, യേശു മരിച്ചവർക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തു, അവരെ ഉദ്ധാനത്തിലേക്ക് നയിച്ചു. രോഗികൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തു, അവർക്ക് സൗഖ്യം ലഭിച്ചു. ആകാശത്തിൻ്റെ കലവറ തുറന്ന് അവൻ മഴ പെയ്യിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനേക വാതിലുകൾ അവൻ തുറന്നു തന്നു. എന്നാൽ നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ അത് അവന് തുറക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താ? നിന്റെ ഹൃദയത്തിൻ്റെ താക്കോൽ ആകാശം തുറന്നവൻ, മരിച്ചവരെ പോലും പുറത്തു കൊണ്ടുവന്നവന് നിന്റെ ഹൃദയത്തിൻ്റെ താക്കോൽ അവിടെ നിന്ന് നിന്നെ തന്നെയായി ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താക്കോൽ അതുമാത്രം അവൻ്റെ കയ്യിലില്ല. നീ ഇന്ന് നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തയ്യാറാണോ? നീ എവിടെ പരാജയപ്പെട്ടുവോ അവിടെ ദൈവം നിന്നെ ഉയർത്തുന്നത് നിനക്ക് കാണുവാനായിട്ട് സാധിക്കും. നിനക്ക് വേണ്ടി അവിടെ നിന്ന് ഒരു വാതിൽ തുറന്നു തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും രക്ഷയുടെയും ഒരു വാതിൽ അവിടെ നിന്ന് നിനക്ക് വേണ്ടിയും തുറന്നു തരാൻ പോവുകയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു തരുവാൻ ഇന്ന് നിന്റെ ഹൃദയം യേശുവിൻ്റെ മുന്നിൽ തുറന്നു കൊടുക്കുവാനായിട്ട് തയ്യാറാവുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അടഞ്ഞുകിടക്കുന്ന വാതിലുകളിലേക്ക് നോക്കി ഞാനും നിരാശപ്പെടുകയാണ്. എനിക്ക് വേണ്ടി അങ്ങ് വാതിൽ തുറന്നിട്ടുണ്ടെങ്കിലും അത് കാണുവാൻ പറ്റാത്തവണ്ണം എൻ്റെ കണ്ണ് മൂടപ്പെട്ടിരിക്കുകയാണ്. അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചപ്പോൾ ശിഷ്യന്മാരുടെ കണ്ണ് തുറക്കപ്പെട്ടതുപോലെ കർത്താവെ, എനിക്കായിട്ട് തുറന്നിരിക്കുന്ന വാതിൽ കാണുവാൻ തക്കവണ്ണം എൻ്റെ കണ്ണുകളെയും തുറക്കണമേ.